ഒരു ഇൻവെസ്റ്റർ ആണെങ്കിലും ഒരു ട്രേഡർ ആണെങ്കിലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഷെയറുകൾ വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ETF ഉപയോഗിച്ച് സ്വിംഗ് ട്രേഡ് പോലത്തും ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ 3 കാര്യങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഡെലിവറി എടുക്കുന്ന സമയത്ത്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ എടുക്കുന്ന സമയത്ത്, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അതിലൊന്നെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ടൈപ്പ്, സെക്കൻഡ് ഓർഡർ ടൈപ്പ്, 3 വാലിഡിറ്റി. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ അറിവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കുകൾ നല്ല പ്രൈസിൽ, അതായത് ഏറ്റവും വില കുറഞ്ഞ പ്രൈസിൽ വാങ്ങാനും ഏറ്റവും ഉയർന്ന വാല്യൂവിൽ നമുക്ക് വിൽക്കുവാനും നമുക്ക് ഒരു പരിധി വരെ ഒക്കെ സാധിക്കും. അപ്പോൾ എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പഠിക്കാം. വളരെ ക്ഷമയോടുകൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ അറിവ് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം. ഒട്ടും സമയം കളണ്ട, നമുക്ക് ഡയറക്റ്റ്ലി മാറ്ററിലോട്ട് വരാം. പ്രൊഡക്റ്റ് ടൈപ്പ്, 4 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ടൈപ്പുകളാണുള്ളത്. ഫസ്റ്റത്തേതിനെ നമ്മൾ പറയുന്നത് CNC, ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറയുന്നു. രണ്ടാമതിനെ MIS, മാർജിനൽ ഇൻട്രാഡേ സ്ക്വയർ ഓഫ് എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് വരുന്നത് കവർ ഓർഡർ, CO എന്ന ചുരുക്കപ്പേരിൽ പറയുന്നു. നാലാമതായിട്ട് വരുന്നത് ബ്രാക്കറ്റ് ഓർഡർ, BO എന്ന് പറയുന്നു. പേര് കേട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട, വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിനെ പഠിപ്പിച്ചു തരാം. CNC, നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇതിൽ കാണുന്ന ഈ ഫസ്റ്റ് ഓപ്ഷനാണ്, അതായത് CNC. ഞാൻ ഇതിനെ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ. ഫസ്റ്റ് എടുക്കേണ്ടത് CNC. നിങ്ങളിപ്പോൾ റിലയൻസിൻ്റെ ഷെയർ ആണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കാം. റിലയൻസിൻ്റെ ഷെയറിന് 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ നമ്പർ 1 എന്ന് ബ്രോക്കറിൽ അടിക്കുന്നു. ടൈപ്പ് CNC ആണോ എന്ന് ഉറപ്പ് വരുത്തുന്നു, നിങ്ങൾ ബൈ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനാണ് CNC എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വരുന്നത് MIS, മാർജിനൽ ഇൻട്രാഡേ ട്രേഡ് ഓഫ് എന്ന് പറയുന്നു, സ്ക്വയർ ഓഫ് എന്ന് പറയുന്നു. അതായത് ഇത് ഇൻട്രാഡേ ട്രേഡിംഗ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇവിടെ നിങ്ങൾ റിയൽ ആയിട്ട് ഒരു ഷെയർ നിങ്ങളെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് എടുക്കുന്നില്ല. ഇൻസ്റ്റഡ് രാവിലെ നമ്മൾ ഷെയർ വാങ്ങിക്കുന്നു. നിങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞ ഷെയർ നിങ്ങൾ വിറ്റില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബ്രോക്കർ അത് വിൽക്കും, അതായത് സ്ക്വയർ ഓഫ് ചെയ്ത് കളയും, ഓട്ടോ എക്സിറ്റ് അടിക്കും. എപ്പോൾ? ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ സമയം 3:20 ആകുമ്പോൾ ഇതിൽ നിന്ന് ഇത് എക്സിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന സംഭവമാണ്. മിസ്റ്റേക്കൺലി ഇൻവെസ്റ്റേഴ്സ് ഇത് ഉപയോഗിക്കരുത്. നിങ്ങളുടെ സ്റ്റോക്ക് നിങ്ങളുടെ ഡിമാറ്റിലോട്ട് വരാതെ 3:20 ആകുമ്പോഴേക്കും അത് വിറ്റ് പുറത്തിറങ്ങി പോകുമെന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് കവർ ഓർഡർ എന്ന് പറയുന്നത്. ഇതും നോർമലി ഇൻട്രാഡേൻ്റെ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഈ കവർ ഓർഡറിലും MIS ഓർഡറിലും നമുക്ക് ലിവറേജ് കിട്ടും. ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 1000 രൂപയാണ് ഷെയർ എങ്കിൽ MISൻ്റെ ഓർഡറിൻ്റെ കേസിൽ നമുക്ക് 200 രൂപ കൊടുത്താൽ പോലും ഒരു ഷെയർ വാങ്ങിക്കാം. അതായത് 200 രൂപ നമ്മൾ ജസ്റ്റ് കൊടുക്കുന്നു, അതിൻ്റെ 5 ഇരട്ടിയാണല്ലോ ഷെയറിൻ്റെ വാല്യൂ 1000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ 5 ഇരട്ടി താഴ്ത്തി നമ്മൾ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലിവറേജ് ഓപ്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി കവർ ഓർഡറിലോട്ട് വരാം. മൂന്നാമത്തെ ഓപ്ഷൻ കവർ ഓർഡറിലും ഇതേപോലെ നമുക്ക് ലിവറേജ് ലഭിക്കും, പക്ഷേ മറ്റേതിനേക്കാളും കൂടുതൽ ലിവറേജ് കിട്ടും. മറ്റേ 200 രൂപയാണ് ലിവറേജ്, അതായത് 200 രൂപയ്ക്ക് 1000 രൂപയുടെ ഷെയർ വാങ്ങിക്കാമെങ്കിൽ കവർ ഓർഡറിൽ 160 കൊടുത്താൽ 1000 രൂപയുടെ ഷെയർ വാങ്ങിക്കാം. ചുരുക്കി പറഞ്ഞാൽ ലിവറേജ് ഓപ്ഷൻ കൂടുതലാണ്. ഇതൊക്കെ ട്രേഡേഴ്സ് യൂസ് ചെയ്താൽ മതി, ഇൻവെസ്റ്റേഴ്സ് ഈ ഓർഡറുകളൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ OCOയിൽ വരുന്ന ഒരു പ്രത്യേകത MIS പോലെ തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം 3:20 ആകുമ്പോൾ ഈ ഓർഡർ വിൽക്കപ്പെടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. MISൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നില്ല. 3:20 ആകുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും വിറ്റുപോകും. ഇനി നാലാമത്തെ ഓപ്ഷനിലോട്ട് നമ്മൾ വരുന്നു. ഫോർത്ത് ഓപ്ഷൻ, അതാണ് ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. എന്താണ് ബ്രാക്കറ്റ് ഓർഡർ? ബ്രാക്കറ്റ് ഓർഡറിൽ 2 ഘടകങ്ങളുണ്ട്. MISൽ നമ്മൾ വാങ്ങുന്നു, 3:20 ആകുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും വിറ്റുപോകും. കവർ ഓർഡറിൽ നമ്മൾ വാങ്ങുന്നു, സ്റ്റോപ്പ് ലോസ് താഴത്തെ വാല്യൂ മാത്രം നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് വിറ്റ് പുറത്തിറങ്ങണം. ടാർഗറ്റ് എത്ര ആയി കഴിഞ്ഞാലും 3:20 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിറ്റ് പോകും. എന്നാൽ ബ്രാക്കറ്റ് ഓർഡർ ആകുമ്പോൾ മേലെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, താഴെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ സ്റ്റോക്ക് 1000 വാങ്ങുന്നു, 800 അത് താഴ്ന്നെങ്കിൽ അവിടെ വെച്ചിട്ട് അതിന് വിൽക്കും. നിങ്ങളുടെ നഷ്ടത്തിന് അത് ലിമിറ്റ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. എനിക്ക് 1200 വരുമ്പോൾ വിൽക്കണം എന്നുണ്ടെങ്കിൽ 1200 വിറ്റിട്ട് പോകും. അപ്പോൾ MIS, CO,
ബ്രാക്കറ്റ് ഓർഡർ BO, ഈ 3 കാര്യങ്ങൾ 2, 3, 4 നോർമലി യൂസ് ചെയ്യുന്നത് ട്രേഡേഴ്സുകളാണ്. അവർ രാവിലെ എടുക്കുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ വിറ്റ് പുറത്തിറങ്ങി വരുന്നു. ബ്രാക്കറ്റ് ഓർഡറിൽ മേലത്തെ ലിമിറ്റ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്, സ്റ്റോപ്പ് ലോസും വെക്കും. എന്നാൽ കവർ ഓർഡറിലോട്ട് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉള്ളൂ. എന്നാൽ MISലോട്ട് വരുമ്പോൾ ഇതൊന്നും ഇല്ല. 3:20 ആകുമ്പോൾ വിറ്റ് പോകും. ഈ 3 കേസസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കണം, ഓട്ടോ എക്സിറ്റ് 3:20 നടക്കും. അതുകൊണ്ട് നിങ്ങൾ ഷെയറുകൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ടൈപ്പ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് CNC എന്ന് പറയുന്ന ആദ്യത്തെ ഓർഡറാണ്. ദാറ്റ് ഈസ് ഫോർ ഇൻവെസ്റ്റർ. ഇനി 2, 3, 4 ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങളൊരു ട്രേഡർ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളിപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് CNC യൂസ് ചെയ്യാം. കാരണം നിങ്ങൾ ഡെലിവറി നിങ്ങൾ ഡിമാറ്റിലോട്ട് എടുക്കുന്നു, നിങ്ങൾ 1, 2, 3 മാസക്കാലം അല്ലെങ്കിൽ ആഴ്ചകളോളം അതിനെ ഹോൾഡ് ചെയ്യുന്നു. നോർമലി ഇൻട്രാഡേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് 2, 3, 4 ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ടൈപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ സെക്കൻഡ് കാറ്റഗറിയിലോട്ട് കടക്കാം. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ബ്രോക്കറും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബ്രോക്കർ എന്നുള്ളൊരു സ്ക്രീൻഷോട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഞാനിപ്പോൾ IRCTCൻ്റെ ഷെയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. IRCTC 565.10 വാല്യൂലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൽ പ്രൊഡക്റ്റ് ടൈപ്പ് കാണാൻ പറ്റും. CNC ക്യാഷ് ആൻഡ് ക്യാരി, MIS, CO, BO. അപ്പോൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് മറക്കാതിരിക്കുക CNC ആണ്. ബാക്കിയെല്ലാം തന്നെ ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ടൈപ്പ് നിങ്ങളുടെ ഏത് ബ്രോക്കർ, ഇത് എൻ്റെ ബ്രോക്കർ എന്നുള്ള സ്ക്രീൻഷോട്ടാണ്, നിങ്ങളുടെ ബ്രോക്കർ ഏതായിരുന്നാലും ഈ ഓപ്ഷൻസ് എല്ലാം അതിനകത്തും ഉണ്ടായിരിക്കും. അപ്പോൾ വേഗം സെക്കൻഡ് ലേണിംഗ് പോയിന്റിലോട്ട് കടക്കാം. അതാണ് ഓർഡർ ടൈപ്പ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പേഴ്സണലി ഞാനും സ്റ്റോക്സുകളൊക്കെ ഡെലിവറി എടുക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ കാറ്റഗറിയാണ് ഈ ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ കാറ്റഗറി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് വരുന്നത് മാർക്കറ്റ് ഓർഡർ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഷെയർ, റിലയൻസിൻ്റെ ഷെയർ ഇപ്പോൾ 1000 രൂപയിൽ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 1000 രൂപയിലാണ് കാണിക്കുന്നത്. നിങ്ങൾ അവിടെ വെക്കുന്നു, 2 ഷെയർ ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങൾ വാങ്ങിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് ഉണ്ടായിരുന്ന ഷെയർ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന 1001 അല്ലെങ്കിൽ 1010 ആയിരിക്കും. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് വിലക്കാണോ അവിടെ വാങ്ങലും വിൽക്കലും സംഭവിക്കുന്നത് ആ വിലക്കായിരിക്കും കിട്ടുക. നോർമലി എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മളൊരു ഷെയറിൻ്റെ പ്രൈസ് 1000 രൂപ കാണുന്നു, നമ്മൾ മാർക്കറ്റ് ഓർഡർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപയിൽ കിട്ടാറില്ല, ഹയർ വാല്യൂലായിരിക്കും കിട്ടുക. 1005 1010 ഒക്കെ ആയിരിക്കും. അപ്പോൾ ജനറലി മാർക്കറ്റ് ഓർഡർ ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മൾ ഏറ്റവും വലിയ വാല്യൂ തന്നെ ആയിരിക്കും ആ ജനറൽ കേസിൽ നമ്മൾ വാങ്ങിക്കാറുണ്ടാവുക. അതാണ് ഈ മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഞാൻ പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവമാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു സ്റ്റോക്കിൻ്റെ ഡയറക്റ്റ്ലി നമ്മളതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രത്യേക റേഞ്ചിൽ ഇങ്ങനെ ഒരു ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും, മുകളിലോട്ടും താഴോട്ടും വരുന്നുണ്ടാവും. ഇപ്പോൾ നോർമലി ഇപ്പോൾ റിലയൻസിൻ്റെ ഷെയർ എനിക്കൊരു 950 വാങ്ങിക്കണം എന്ന് വിചാരിക്കുക. പക്ഷേ അന്ന് ആ ഷെയറിൻ്റെ വാല്യൂ മേലോട്ടും താഴോട്ടും മാറുന്നുണ്ടാവില്ല. അപ്പം ഞാൻ ലിമിറ്റ് ഓർഡർ വെക്കും. ലിമിറ്റ് ഓർഡർ ഞാൻ പറയുന്നത് 950 എത്തിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ അന്നത്തെ ഇതിൻ്റെ ലോ വാല്യൂ ചിലപ്പോൾ 920, 930 ഒക്കെ ആയിരിക്കും, ആയിക്കോട്ടെ. പക്ഷേ ഞാൻ 950 എത്തിക്കഴിഞ്ഞാൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ സെറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ജോലികൾ അവിടെ തുടരും. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അന്ന് ആ ഒരു സിറ്റുവേഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ 950 രൂപയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, 950 അതിൽ താഴോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓർഡർ എക്സിക്യൂട്ടഡ് ആവും. അത് 950 എനിക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് ഓർഡറിനേക്കാൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ലിമിറ്റ് ഓർഡർ. അതായത് നമുക്ക് കുറഞ്ഞ വിലയിൽ ഷെയർ വാങ്ങിക്കാൻ പറ്റും. ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. നമ്മൾ ഷെയർ വാങ്ങിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ലിമിറ്റ് ഓർഡർ. ഇനി മൂന്നാമത്തതാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് ഓർഡറിൽ നമ്മൾ 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രിഗർ പ്രൈസ്, ഒന്ന് വരുന്നത് ലിമിറ്റ് സെൽ പ്രൈസ്. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ വെക്കുന്ന സമയത്ത് നമ്മളൊരു പ്രൊട്ടക്ഷൻ പോലെ കൊടുക്കുകയാണ്. അതായത് ഞാൻ ഇപ്പോൾ റിലയൻസിൻ്റെ ഷെയർ 1000 ഉണ്ടായിരുന്നു, ഞാൻ 950 രൂപയ്ക്ക് വാങ്ങിച്ചു. പക്ഷേ അത് ചിലപ്പോൾ റിലയൻസിൽ എന്തെങ്കിലും ബാഡ് ന്യൂസോ കമ്പനിയുടെ റിസൾട്ടൊക്കെ ചിലപ്പോൾ മോശമായിട്ട് അത് 600-400 രൂപയിലോട്ടൊക്കെ വരാം. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ലോസ് കൂടും. അത് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ 800 രൂപ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 800 രൂപ ആവുന്നതോട് കൂടി ആ സ്റ്റോക്ക് അവിടെ വെച്ച് വിൽക്കപ്പെടും. അതിന് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം. ഒന്ന് ട്രിഗർ പ്രൈസും ഒന്ന് സെൽ പ്രൈസും. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് 1000 രൂപയാണെങ്കിൽ ട്രിഗർ പ്രൈസ് എന്ന് പറയുന്നത് 960, ലിമിറ്റ് സെൽ എന്ന് പറയുന്നത് 955 ആണ്. അതായത്
960 ട്രിഗർ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയത് വായിക്കാം. വെൻ റിലയൻസ് പ്രൈസ് ഫാൾസ് ടു 960 ലിമിറ്റ് സെൽ 955 ട്രിഗേഴ്സ് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 960 ആകുന്ന സമയത്ത് എൻ്റെ സെല്ല് വരുന്നത് 955 ആണ്. പക്ഷെ 960 ആകുമ്പോൾ ഞാൻ ഈ ഓർഡർ എക്സ്ചേഞ്ചിലോട്ട് കൊടുക്കും, ട്രിഗർ കൊടുക്കും. പക്ഷെ 955 ആകുന്നതോട് കൂടി ഇതെന്ത് ചെയ്യും, സെല്ല് ചെയ്യപ്പെടും. അപ്പം നിങ്ങൾ കൃത്യമായി സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്, സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ്. സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും സ്റ്റോപ്പ് ലോസ് വരുന്ന ഓർഡർ ടൈപ്പുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കേസ് SLM, അതായത് അതിൻ്റെ പേര് തന്നെ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്ന് പറയുന്നു. അതായത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് ഓർഡറിൽ നമ്മൾ ട്രിഗർ പ്രൈസും സെറ്റ് ചെയ്യും, സ്റ്റോപ്പ് ലോസ് പ്രൈസും സെറ്റ് ചെയ്യും. ഇനി ഇവിടെ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറിൽ സംഭവിക്കുന്നത് നമ്മൾ ട്രിഗർ പ്രൈസ് മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ, ലിമിറ്റ് പ്രൈസ് ഇല്ല. അതായത് നമ്മൾ 960 എന്ന് പറയുന്ന ഒരു ട്രിഗർ പ്രൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 960 ആകുന്നതോടുകൂടി ഈ ഓർഡർ എക്സ്ചേഞ്ചിലോട്ട് പോകും. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഏത് വാല്യൂവിലും ഇതിൻ്റെ സെല്ലിംഗ് സംഭവിക്കാം. എന്നാൽ SL മൂന്നാമത്തെ കേസിലാകുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവിടെ എടുത്ത് പറയുന്നുണ്ട്, ഇത് 955 അതായത് 955 എത്തിയാൽ മാത്രമേ നിങ്ങൾ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളവിടെ കണ്ടീഷൻ വെക്കുന്നുണ്ട്. എന്നാൽ SLM നാലാമത്തെ കാറ്റഗറിയിലോട്ട് വരുമ്പോൾ നമ്മളവിടെ ഒരു കണ്ടീഷൻസും വെക്കുന്നില്ല. 960 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴോട്ടുള്ള ഏത് വാല്യൂ വന്നാലും നിങ്ങൾ വിറ്റോ എന്ന് പറയും. അത് ചിലപ്പോൾ 958 ആവും, 950 ആവും, 900 ആവും, ഏതാ നമുക്ക് അറിയത്തില്ല. ഏത് വാല്യൂലും സ്റ്റോപ്പ് ലോസ് അറ്റ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. മാർക്കറ്റ് വാല്യൂവിൽ അതിനെ സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കും. മറ്റത് SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓർഡറിൽ അടിക്കില്ല, നിങ്ങളുടെ അവിടെ പ്രൈസിന് തീരുമാനിക്കും ഇന്ന വാല്യൂവിൽ സ്റ്റോപ്പ് ലോസ് അടിക്കണം എന്നുള്ളത്. അപ്പോൾ ഓർഡർ ടൈപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേഗം നമുക്ക് അടുത്തതിലോട്ട് പോവാം. ബ്രോക്കറിനും കൂടി ജസ്റ്റ് ഒന്ന് കാണാം. മാർക്കറ്റ് ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ലിമിറ്റ്, മാർക്കറ്റ് മനസ്സിലായി, മാർക്കറ്റിൻ്റെ വാല്യൂവിൽ വാങ്ങിക്കും, ലിമിറ്റ് നമ്മൾ പറയുന്ന വാല്യൂവിൽ വാങ്ങിക്കും, സ്റ്റോപ്പ് ലോസ് നമ്മൾ പറയുന്ന വാല്യൂവിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, സ്റ്റോപ്പ് ലോസ് SLM അതായത് മാർക്കറ്റ് പറയുന്ന വാല്യൂവിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, ട്രിഗർ നമ്മൾ അവിടെ തീരുമാനിക്കും എന്നുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ പാർട്ടിലോട്ട് പോകാം, വാലിഡിറ്റി. നമ്മൾ മാർക്കറ്റിൽ ബൈയിങ് വെക്കുന്നു, സെല്ലിംഗ് വെക്കുന്നു, നമുക്കിതിനെല്ലാം ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഏതൊരു സാധനത്തിനും ഒരു ഇത്ര സമയപരിധി ഉണ്ടല്ലോ, അതാണ് വാലിഡിറ്റി. ഫസ്റ്റ് വരുന്നതാണ് ഡേ എന്ന് പറയുന്നത്. ഞാനിവിടെ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഡേ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൽ മാത്രമേ അത് വാലിഡ് ആയിട്ട് ആ ഓർഡർ നിൽക്കുകയുള്ളൂ. നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ചാലും നമ്മളിപ്പോൾ ലിമിറ്റ് ഓർഡർ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഏത് കാറ്റഗറി വേണമെങ്കിലും ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡേ എന്ന് പറഞ്ഞാൽ ആ ഡേ, അതായത് മാർക്കറ്റ് അന്ന് 3:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ആ ഓർഡർ എക്സിക്യൂട്ടഡ് ആവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഓർഡർ ക്യാൻസൽ ആകും എന്നർത്ഥം. ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് IOC, ഇമീഡിയറ്റ് ഓർ ക്യാൻസൽ. സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ റിലയൻസിൻ്റെ ഷെയർ 100 ഷെയർ വാങ്ങിക്കാൻ പോകുന്നു. നിങ്ങൾ IOC വാലിഡിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ഇട്ട സമയത്ത് അവിടെ ആരെങ്കിലും വിൽക്കുമ്പോഴാണല്ലോ നിങ്ങൾ വാങ്ങിക്കുന്നത്. അവിടെ 100 ഓർഡറിന് നിങ്ങൾ ഷെയർ ഇട്ടു, പക്ഷേ 60 ഷെയർ അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി 60 ഷെയർ നിങ്ങൾ വാങ്ങിക്കുന്നു, ബാക്കി 40 അവിടെ ക്യാൻസൽ ആകുന്നു. അതിൻ്റെ പേര് തന്നെ ഉണ്ട്, ഇമീഡിയറ്റ് ഓർ ക്യാൻസൽ. ഇമീഡിയറ്റ് ആയിട്ട് ഒന്നുകിൽ കിട്ടുന്നു, അല്ലെങ്കിൽ അതവിടെ ക്യാൻസൽ ആയി പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് 100 എണ്ണത്തിന് ഓർഡർ ഇട്ടാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ 100 എണ്ണം കിട്ടും, അല്ല എന്നുണ്ടെങ്കിൽ 60 ഷെയർ കിട്ടുകയും ബാക്കി വരുന്ന 40 ഷെയർസ് അവിടെ ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. 60 മാത്രമായിരിക്കും ഡെലിവറി ആയിട്ട് വരുന്നത് എന്നർത്ഥം. ഇനി മൂന്നാമത്തെ ഓർഡർ, എൻഡ് ഓഫ് സെഷൻ ഓർഡർ. ചില കേസസിൽ ഞാനും ഈ ഓർഡറുകൾ ചില സെഷൻസുകൾ ഉപയോഗിക്കാറുണ്ട്, എസ്പെഷ്യലി നല്ല മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഒക്കെ വരുന്ന ദിവസങ്ങളിൽ. എൻഡ് ഓഫ് സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡിംഗ് നടത്തുന്നത് 2 സെഷനുകളായിട്ടാണ്. രാവിലെ 9:15 to 1:30 വരെയുള്ള ഫസ്റ്റ് സെഷൻ, അതാണ് ഫസ്റ്റ് സെഷനാണ് വരുന്നത്. അത് 2 സെഷനായിട്ടാണ് നമ്മുടെ ഓർഡേഴ്സുകൾ എക്സിക്യൂട്ടഡ് ആകുന്നത്. ഒന്നുകിൽ രാവിലത്തെ ഒരു സെഷന്, അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഒരു സെഷൻ. രാവിലത്തെ സെഷൻ എന്ന് പറയുന്നത് 9:15 to 1:30, വേറെ സെഷൻ വരുന്നത് 1:30 to 3:30. അപ്പം നമ്മൾ EOS സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെയാണ് നമ്മൾ ഓർഡർ വെക്കുന്നതെങ്കിൽ എൻഡ് ഓഫ് സെഷൻ, അതായത് രാവിലത്തെ സെഷൻ കഴിയുന്നതോടുകൂടി ആ ഓർഡർ എക്സ്പയർഡ് ആകും.
അതായത് ഓർഡർ നടന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഓർഡർ വെക്കുന്നതെങ്കിൽ 1:30ക്കാണ് നമ്മൾ ഓർഡർ വെക്കുന്നതെങ്കിൽ 1:30 to 3:30 വരെയുള്ള സമയത്തായിരിക്കും അതിൻ്റെ വാലിഡിറ്റി. 3:30ക്കുള്ളിൽ ആ ഓർഡർ എക്സിക്യൂട്ടഡ് ആയില്ലെങ്കിൽ ക്യാൻസൽ ആവും. അപ്പോൾ എൻഡ് ഓഫ് സെഷൻ ഓർഡർ എന്ന് പറയുന്നതാണ് EOC, മൂന്നാമത്തെ ടൈപ്പ്. നമുക്കും ഇത് നമ്മുടെ ബ്രോക്കറിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓപ്പൺ ചെയ്യുക, കൃത്യമായിട്ട് കാണാൻ പറ്റും. ഡേ ഉണ്ട്, IOC ഇമീഡിയറ്റ് ഓർ ക്യാൻസൽ ഉണ്ട്, EOS എൻഡ് ഓഫ് സെഷൻ ഉണ്ട്. 2 സെഷൻ, രാവിലെ വെച്ചാൽ ഉച്ചയ്ക്ക് ക്യാൻസൽ ആവും, ഉച്ചയ്ക്ക് ശേഷം വെച്ചാൽ അന്ന് വൈകുന്നേരം 3:30 ആകുമ്പോഴേക്കും ക്യാൻസൽ ആകും. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 2 ടൈപ്പ് ഓഫ് ഓർഡർ, ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 2 ഓർഡറുകളാണ് ഇതെന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് AMO, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ്. സാധാരണഗതിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉണ്ട്. ഈ ഗിഫ്റ്റ് നിഫ്റ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണോ ഗ്യാപ്പ് അപ്പിലാണോ ഓപ്പൺ ചെയ്യുന്നതൊക്കെ. അതനുസരിച്ച് ചില ഓർഡറുകൾ നമുക്ക് കുറച്ച് ടാക്റ്റിക്കലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് AMO, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 3:30ക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. 3:30ക്ക് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 3:45 വൈകിട്ട് 3:45 തൊട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണി വരെയുള്ള സമയത്ത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം 9:15 പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ 9 മണി വരെയുള്ള സമയത്ത്, അതായത് നൈറ്റ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ രാത്രി 9 മണിക്ക് ഞാൻ ആലോചിക്കുന്നു നാളത്തെ റിലയൻസിൻ്റെ ഷെയർ 900 വന്നാൽ ഞാൻ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് എനിക്ക് AMO ഓർഡർ സെറ്റ് ചെയ്യണം. അത് ആഫ്റ്റർ മാർക്കറ്റ് ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് പറയാം 900 വന്നാൽ ഞാൻ വാങ്ങിക്കുന്നു എന്ന് വേണമെങ്കിൽ ലിമിറ്റായിട്ട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓർഡർ ഇട്ട് വെക്കുന്നു, രാവിലെ 9:15 മാർക്കറ്റ് എന്താണോ ഓപ്പൺ ചെയ്യുന്നത് ആ വിലയിൽ ആ ഷെയർ അങ്ങോട്ട് എക്സിക്യൂട്ടഡ് ആവും. അപ്പോൾ രാത്രി ഓർഡർ ഇടുന്നവർക്ക് പറ്റുന്നൊരു ഓപ്ഷനാണ്. രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആവുന്നോ, ഇത് എന്ത് വിലയിലാണോ ആ വിലയിൽ അങ്ങോട്ട് വരും. അതാണ് AMO. അടുത്തത് ലാസ്റ്റ് എന്ന് പറയുന്നത് GTT, ഗുഡ് ടിൽ ട്രിഗേർഡ്. ഞാൻ ഏറ്റവും നല്ല സ്റ്റോക്കുകൾ, ഏറ്റവും മാർക്കറ്റ് വോളറ്റിലിറ്റി വരുന്ന സമയത്ത് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗുഡ് ടിൽ ട്രിഗേർഡ് എന്ന് പറയുന്നത് GTT ഓർഡേഴ്സ്. GTT ഓർഡേഴ്സിന് ഏറ്റവും വലിയ പ്രത്യേകത 1 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വെക്കുന്നു, നിങ്ങൾ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ, GTT ഓർഡർ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി മാർക്കറ്റ് ക്ലോസ് ചെയ്താലും 1 മാസം 2 മാസം കൂടെ ഒന്നും തീരില്ല, 1 വർഷം വരെ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഓർഡർ അവിടെ നിലനിൽക്കും. നിങ്ങളിപ്പോൾ പറയുന്നുണ്ട് എനിക്ക് റിലയൻസിൻ്റെ ഷെയർ ഇപ്പോൾ 1000-ലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, റിലയൻസിൽ എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളൊക്കെ വന്ന് 750 ആകുമ്പോൾ ഞാൻ വാങ്ങിക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ GTT സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 750 എത്തുന്ന സമയത്ത് നിങ്ങൾക്കതിനെ വാങ്ങിക്കാൻ പറ്റും. അതേപോലെ അതിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അതിന് സിംഗിൾ ഓർഡർ എന്നും അതേപോലെ സിംഗിൾ ട്രിഗർ അല്ലെങ്കിൽ ഡബിൾ ട്രിഗർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിനകത്തോട്ട് കടക്കുന്നില്ല, കാരണം അത് അതിനകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ GTT ഓർഡർ ഒരു ലോങ് പീരീഡിന് നമുക്ക് സെറ്റ് ചെയ്യാം. 1 വർഷം വരെയാണ് GTT ഓർഡറിൻ്റെ പീരീഡ്. അപ്പോൾ നമ്മൾ നല്ല സ്റ്റോക്കുകളൊക്കെ നമുക്ക് നല്ല പ്രൈസിൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേ വേണ്ട, ബ്രോക്കർ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ബ്രോക്കറിൽ എവിടെയായിരിക്കും AMO ഉണ്ടാവുക. ഇവർ കാണിക്കുന്ന പോലെ AMO എന്ന് എഴുതിയിട്ടുണ്ടോ, നോർമലി അത് ടിക്കായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ലൈഡിംഗ് ബട്ടണൊക്കെ പോലെ ആയിരിക്കും. ഓരോ ബ്രോക്കർ ടു ബ്രോക്കർ അത് ഡിഫറെൻ്റ് ആവും. AMO ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് ഉണ്ട്. അതേപോലെ നിങ്ങൾ സ്റ്റോക്കിൻ്റെ ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്ന അവിടെയായിട്ട് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് GTT ഓർഡേഴ്സ് കാണാൻ പറ്റും, ഗുഡ് ടിൽ ട്രിഗേർഡ്. അപ്പോൾ GTT ഓർഡേഴ്സ് നല്ല സപ്പോർട്ട് റേഞ്ചുകളൊക്കെ അനുസരിച്ച് GTT ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വാല്യൂവിൽ നല്ല കുറഞ്ഞ പ്രൈസിൽ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങിക്കാനും അതുവഴി സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ്സുകൾ ജനറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വിലയിൽ, ഏറ്റവും താഴ്ന്ന വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള അസറ്റ്സുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് യൂട്യൂബിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റി. നമ്മളെ യൂട്യൂബിനടുത്തുള്ള ജോയിൻ ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.